ലോകത്ത് എവിടെ പോയാലും നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഭാഷ അറിഞ്ഞിരുന്നാൽ മതി. ഏത് ഭാഷ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിരുന്നാൽ മതി. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമുക്ക് നല്ല ജോലികൾ കിട്ടാനും കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപഴകുവാനും ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാനും ഒക്കെ കഴിയും എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. ഈ ഇംഗ്ലീഷ് ഭാഷ ഇത്രയും ശക്തമായ ഭാഷയായത് എങ്ങനെയാണെന്നോ ഇംഗ്ലീഷ് ഭാഷ ഒരു ലോക ഭാഷയായി വളർന്നത് എങ്ങനെയാണെന്നോ ഒക്കെ നമ്മളധികം ചിന്തിച്ചു നോക്കാറില്ല. അതിലുപരി ഇംഗ്ലീഷ് ഭാഷയ്ക്ക് മുമ്പ് ലോകത്ത് ഇതുപോലെ ലോക ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്ന കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഭാഷകൾ ഉണ്ടായിരുന്നോ എന്നും നമ്മൾ അന്വേഷിച്ച് നോക്കാറില്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പല പല ഭാഷകളെയൊക്കെ കുറിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇംഗ്ലീഷ് ഭാഷയുടെ കുറേ പ്രത്യേകതകളും ചരിത്രവും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് ഇന്ന് ഇംഗ്ലീഷിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്തതാണ്. ഇംഗ്ലീഷ് ഒരു ലോക ഭാഷയായിട്ട് മാറുവാൻ കാരണം ബ്രിട്ടീഷുകാർ തന്നെയാണ്. കാര്യം ലോകം മുഴുവൻ കോളനികൾ സൃഷ്ടിച്ച് അവിടെയൊക്കെ പോയി അവിടുത്തെ ആൾക്കാരെയൊക്കെ അടിമകളാക്കി വെച്ച് ആ രാജ്യത്തിൻ്റെ സ്വത്തും പൈസയൊക്കെ അടിച്ചു മാറ്റിയും അവിടെയൊക്കെ ഭരിച്ചുമൊക്കെ കൂടുതൽ കാലം ഏകദേശം 200 വർഷത്തോളം ഭൂമിയുടെ ഒരു ഭാഗം മുഴുവൻ അടക്കി വാണിരുന്ന ആൾക്കാരായിരുന്നു ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷ് കോളനി വത്കരണത്തിൻ്റെയും അവർ കോളനികളാക്കി വെച്ചിരുന്ന രാജ്യങ്ങളുടെയൊക്കെ കഥകളും കാര്യങ്ങളും ഒക്കെ ചരിത്രമായിട്ട് നമ്മൾ ഒരുപാട് പുസ്തകങ്ങളിൽ പഠിക്കുകയും ആനുകാലികങ്ങളിൽ വായിക്കുകയും യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളൊക്കെ തിരഞ്ഞ് കാണുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാർ കോളനികളാക്കുന്ന രാജ്യങ്ങളിൽ ആൾക്കാർക്ക് ബ്രിട്ടീഷുകാരുമായി സംവദിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭാഷ പഠിച്ചിരിക്കണമെന്ന് ബ്രിട്ടീഷുകാരുടെ തീരുമാനമായിരുന്നു. അത് കാരണം ഇവർ ഏത് രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തെ ആൾക്കാരെ കീഴടക്കി കഴിഞ്ഞാലും ഇവർ ആ രാജ്യത്തുള്ളവരെ കൊണ്ട് ഇവരുടെ ഭാഷ സംസാരിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അതുമാത്രമല്ല ഇവരുടെ കോളനികളിൽ അവതാത് രാജ്യങ്ങളിലെ ആൾക്കാർക്ക് അവരുടെ ഭരണത്തിൽ നല്ല ജോലികൾ വേണമെങ്കിലോ നല്ല ഒരു ജീവിതവും ഒരു സാമൂഹ്യ ചുറ്റുപാടും ഒക്കെ കെട്ടിപ്പടുക്കണമെങ്കിലോ ഒക്കെ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണമെന്നൊരു രീതി ഇവർ വളർത്തിയെടുത്തു. അതുമാത്രമല്ല ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വരേണ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ് ആൾക്കാരുടെ ഭാഷയാണ് എന്നുള്ള തരത്തിൽ ഒരു ചിന്തയും ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1922 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു എന്ന് വേണം പറയാൻ. അന്ന് ഭൂമിയുടെ ഏകദേശം ഒരു 25%, ഭൂമിയുടെ കരയുടെ 25%വും ഈ ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിലായിരുന്നു. അന്ന് ലോക ജനസംഖ്യയുടെ 21%ത്തെയും ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടനെ കുറിച്ച് പറഞ്ഞിരുന്നത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നായിരുന്നു. കാരണം ആസ്ട്രേലിയ അവരുടെ കോളനിയായിരുന്നു. ആസ്ട്രേലിയയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇന്ത്യ അവരുടെ കോളനിയായിരുന്നു. ഇന്ത്യയിൽ സൂര്യൻ ഉദിക്കും. ഇന്ത്യയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അവരുടെ കോളനിയായ കാനഡയിൽ സൂര്യൻ അസ്തമിക്കും. ഈ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ തരത്തിൽ കണക്ക് കൂട്ടിയിട്ടാണ് ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ് എന്ന് അന്നൊക്കെ പറഞ്ഞിരുന്നത്. ഒരു 1950-കൾ വരെയൊക്കെ ബ്രിട്ടൻ്റെ ഈ കോളനി വാഴ്ച ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. 1950-കൾ വരെ ബ്രിട്ടൻ്റെ കോളനി വാഴ്ച ശക്തമായി തന്നെ നിലനിൽപ്പുണ്ടായിരുന്നു. 1950-കളോടെ പല രാജ്യങ്ങളിലും സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുകയും ഈ സ്വാതന്ത്ര്യ സമരങ്ങളെ എതിർത്ത് തോൽപ്പിക്കുന്നതിൽ ബ്രിട്ടന് വിജയിക്കാതിരിക്കാൻ കഴിയുകയൊക്കെ ചെയ്തതോടുകൂടി പല രാജ്യങ്ങൾക്കും ബ്രിട്ടന് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വന്നു. സ്വാതന്ത്ര്യം കൊടുത്തതോടുകൂടി ഇവരുടെ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം ചുരുങ്ങി വരികയും ചെയ്തു. അങ്ങനെ സ്വാതന്ത്ര്യ സമരം നടത്തി വിജയിച്ച് സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒരു രാജ്യമാണ് ഇന്ത്യയിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വന്തമായി ഭരണഘടന എഴുതി ഉണ്ടാക്കുകയും ആ ഭരണഘടനയുടെ നിർമ്മാണ വേളയിൽ എഴുതുന്ന വേളയിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ട് നിലനിർത്തണമോ വേണ്ടയോ എന്നും ഹിന്ദിയെ ദേശീയ ഭാഷയായി പ്രഖ്യാപിക്കണോ വേണ്ടയോ എന്നൊക്കെ തരത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. ഇംഗ്ലീഷിനെ ഔദ്യോഗിക ഭാഷയായിട്ട് കൊണ്ടുവരണമെന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഭരണഘടനാ ശില്പിയായിരുന്ന ഡോക്ടർ അംബേദ്കർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ചിന്തിക്കാൻ കാരണം ഇന്ത്യയിലെ ദളിതർക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും അവകാശങ്ങളും കിട്ടുവാൻ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗപ്പെടുമെന്നും നമ്മുടെ നാട്ടിലെ ജാതി മതപരമായിട്ടുള്ള വേർതിരിവുകൾക്ക് വലിയ തരത്തിൽ തടയിടുവാൻ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നൊക്കെയാണ് അദ്ദേഹം ചിന്തിച്ചത്.
അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ദേശീയ ഭാഷയായിട്ട് ഹിന്ദി കൊണ്ടുവരുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്നുള്ള ലേബലിൽ വിഘടിച്ച് നിന്ന് തർക്കങ്ങൾ ഉണ്ടായതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഹിന്ദി എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഭാഷയാണ്. സൗത്ത് ഇന്ത്യക്കാർക്ക് കൂടുതൽ ആൾക്കാർക്ക് ഹിന്ദി അന്ന് കൈകാര്യം ചെയ്യാൻ അറിയില്ലായിരുന്നു. ഹിന്ദിയെ ദേശീയ ഭാഷയാക്കി വെക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുകയും സൗത്ത് ഇന്ത്യയുടെ പ്രാധാന്യം ഇല്ലാതായി പോയാലോ എന്ന് സൗത്ത് ഇന്ത്യയിലുള്ള നേതാക്കളൊക്കെ ഭയക്കുകയും ചെയ്തിരുന്നു. ഒരു വിഭാഗം ആളുകൾക്ക് ഹിന്ദുസ്ഥാനി ദേശീയ ഭാഷയാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഹിന്ദിയും ഉറുദുവും കൂടെ കലർന്ന ഒരു ഭാഷയാണ് ഹിന്ദുസ്ഥാനി. എന്നാൽ ഒരു വലിയ വിഭാഗം ആ ആഗ്രഹത്തെ തീരുമാനത്തെ എതിർത്തതോടുകൂടി ഹിന്ദിയെ തന്നെ ദേശീയ ഭാഷയായിട്ട് നിലനിർത്താൻ അല്ലെങ്കിൽ ദേശീയ ഭാഷയായിട്ട് കൊണ്ടുവരാം എന്നുള്ള തരത്തിൽ ചർച്ച കൂടുതൽ ചൂടുപിടിച്ചു. സംസ്കൃതത്തിൽ നിന്നാണല്ലോ ഹിന്ദി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണർക്ക് ഈ ഭാഷയിൽ അല്ലെങ്കിൽ ഈ ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ പ്രാമുഖ്യം കിട്ടും എന്ന ഒരു തരത്തിൽ ഡോക്ടർ അംബേദ്കർ ചിന്തിക്കുകയും ഭൂരിഭാഗം ജനങ്ങളും അങ്ങനെ ചിന്തിക്കുകയും ചെയ്തതുകൊണ്ട് ഹിന്ദി ദേശീയ ഭാഷ ആക്കുക എന്നുള്ള കാര്യത്തിൽ വീണ്ടും തർക്കങ്ങൾ ഉണ്ടാവുകയും ഹിന്ദിക്ക് പകരം എന്തുകൊണ്ട് തമിഴ് പോലെയുള്ള ഒരു ദക്ഷിണേന്ത്യൻ ഭാഷ ദേശീയ ഭാഷ ആക്കിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതോടുകൂടി ഹിന്ദി ദേശീയ ഭാഷയാക്കുക എന്നുള്ളൊരു തീരുമാനം മരവിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതിനെ തുടർന്നാണ് ഇംഗ്ലീഷും ഹിന്ദിയും ഒരേ സമയം ഔദ്യോഗിക ഭാഷകളാക്കി മാറ്റിക്കൊണ്ട് തീരുമാനമെടുക്കുകയും ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ രണ്ട് ഭാഷകളും തുടർച്ചയായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം കുറയ്ക്കുക, പ്രാതിനിധ്യം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തെ വ്യാപകമാണ്. പല സംസ്ഥാനങ്ങൾ തന്നെ അവരുടെ ഔദ്യോഗിക ഭാഷ അതാത് സംസ്ഥാനങ്ങളിലെ ഭാഷയാക്കി മാറ്റുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ തന്നെ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും നമ്മുടെ രാജ്യത്ത് മുഴുവൻ ഇംഗ്ലീഷ് ഭാഷാ പഠനം ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമായിട്ട് കണക്കാക്കുകയും നമ്മുടെ രാജ്യത്ത് നിന്നൊക്കെ ഒരുപാട് പേര് വിദേശത്ത് തൊഴിൽ തേടി പോകുന്നതും പഠിക്കാൻ പോകുന്നതും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിനൊക്കെ ഇംഗ്ലീഷ് ഭാഷ അനിവാര്യമായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ പഠന കാര്യത്തിൽ ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏകദേശം നമ്മുടെ രാജ്യത്തിന് സമാനമായ സാഹചര്യവും അവസ്ഥയൊക്കെ തന്നെയാണ് അമേരിക്കൻ ഐക്യനാടുകളിലും ഉണ്ടായിട്ടുള്ളത്. ഈ അമേരിക്കൻ ഐക്യനാടുകളും ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലും ഭരണത്തിലും ഒക്കെ ആയിരുന്നു. അവരും സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തി സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ അമേരിക്കൻ ഐക്യനാടുകളെ ഒന്നിച്ച് നിർത്തുവാൻ എല്ലാ സ്റ്റേറ്റുകളെയും ഒരൊറ്റ കൊടിക്കീഴിൽ ഒരേപോലെ കൊണ്ടു നിർത്തുവാൻ ഒരു ഭാഷ വേണം, കോമൺ ആയിട്ടൊരു ഭാഷ വേണമെന്നുള്ള ചിന്തയെ തുടർന്നാണ് ഇംഗ്ലീഷിനെ അവർ പ്രധാന ഭാഷയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ആ രാജ്യത്തെ ഔദ്യോഗിക ഭാഷയും ദേശീയ ഭാഷയും ഒക്കെ ആയിട്ട് ഇംഗ്ലീഷിനെ മാറ്റിയത്. ഇംഗ്ലീഷ് എങ്ങനെയാണ് ലോക ഭാഷയായത്, ആഗോളതലത്തിൽ എങ്ങനെയാണ് ഇംഗ്ലീഷിന് ഇത്രയും പ്രാധാന്യം കിട്ടിയത് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പുറകിലേക്ക് പോയി 10, 50, 70 വർഷത്തെ ചരിത്രമൊക്കെ ഒന്ന് പരതി നോക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടുകൂടിയാണ് ഇംഗ്ലീഷിന് ഇത്രയും വലിയ തരത്തിലുള്ള ഒരു വികാസവും ലോകരാജ്യങ്ങൾ മുഴുവനായിട്ട് പടർന്നു പിടിക്കുന്ന നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. നമുക്കറിയാം ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും അടങ്ങുന്ന സഖ്യമാണ് രണ്ടാം ലോക മഹായുദ്ധം ജയിച്ചത്. ആ ലോകമഹായുദ്ധം ജയിച്ചതോടുകൂടി സ്വാഭാവികമായിട്ട് ജയിച്ച രാജ്യങ്ങളുടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഭീമമായ നാശനഷ്ടങ്ങൾ സംഭവിക്കാത്ത ഒരു രാജ്യമാണ് അമേരിക്ക. സ്വാഭാവികമായിട്ട് ഈ ലോകമഹായുദ്ധം കഴിഞ്ഞതോടുകൂടി സാമ്പത്തികമായും ശാസ്ത്രീയമായിട്ടൊക്കെ അമേരിക്ക വളരെ വലിയ തലത്തിലേക്ക് വളരുവാൻ തുടങ്ങി. 1950 ആയപ്പോഴേക്കും അമേരിക്ക ഒരു വലിയ സൂപ്പർ പവറായിട്ട് വളർന്നു എന്നുള്ളതാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വസ്തുത. അതുമാത്രമല്ല അമേരിക്ക അവരുടെ ക്യാപിറ്റലിസ്റ്റ് നയങ്ങളിലൂടെ ലോകം മുഴുവൻ അവരുടെ കച്ചവട താല്പര്യങ്ങൾ വ്യാപിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ കയറ്റി അയക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ കച്ചവടങ്ങളൊക്കെ വളർന്ന് പന്തലിച്ചതോടുകൂടി ബിസിനസ്സൊക്കെ പഠിപ്പിക്കുന്ന ബിസിനസ് സ്കൂളുകളിലൊക്കെ തന്നെ പ്രധാനമായ മാധ്യമം, പഠനത്തിനുള്ള മാധ്യമം ഇംഗ്ലീഷ് ഭാഷയായി മാറുകയാണ് ഉണ്ടായത്.
അതുമാത്രമല്ല ഇത്രയും വലിയ വിജയം നേടി വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ടൊക്കെ അമേരിക്ക വളർന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയെ എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുവാനും വീക്ഷിക്കുവാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുവാനൊക്കെ തുടങ്ങി. അന്ന് അമേരിക്കയിൽ ഉണ്ടായിരുന്ന പ്രശസ്തമായ ബാൻഡുകളൊക്കെ അവർ ഇംഗ്ലീഷിൽ പാട്ടുകൾ ഇറക്കുകയും ആ പാട്ടുകളൊക്കെ തന്നെ ലോകം മുഴുവൻ റിലീസ് ചെയ്യുകയും ഈ പാട്ടുകൾ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഏറ്റുപാടുകയൊക്കെ ചെയ്തതോടുകൂടി ഇംഗ്ലീഷ് ഭാഷയ്ക്ക് എന്തെന്നില്ലാത്ത പ്രചാരമാണ് ഉണ്ടായത്. അതുമാത്രമല്ല ഹോളിവുഡിൽ ഇറങ്ങുന്ന സിനിമകളൊക്കെ തന്നെ ഇംഗ്ലീഷുള്ള സിനിമകളായിരുന്നു. ഈ സിനിമകൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് അവർ കൊണ്ടുപോവുകയും ഇതിൻ്റെ കാസറ്റുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ കിട്ടി ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാർ ഈ സിനിമകൾ കാണുവാൻ തുടങ്ങി. അതുമാത്രമല്ല അമേരിക്കയിലെ സിനിമകളും അമേരിക്കൻ ടെലിവിഷൻ സീരിയലുകളും ഒക്കെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ എത്തിച്ച് അവിടെയൊക്കെ ഒരു തരംഗമാക്കി തീർക്കുന്നതിലും അമേരിക്ക വിജയിച്ചു. അമേരിക്കയുടെ കച്ചവട താല്പര്യം വിജയിച്ചു എന്ന് പറയുന്നതാണ് ശരി. സ്വാഭാവികമായിട്ട് ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്ക് എല്ലാ രാജ്യത്തിലും നല്ല പ്രാധാന്യവും സ്വീകാര്യതയും ഇതുകൊണ്ട് ലഭിക്കുകയും ചെയ്തു. ഇനിയെങ്ങാനും ഹിറ്റ്ലർ ആയിരുന്നു ഈ രണ്ടാം ലോക മഹായുദ്ധം ജയിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? ലോകം മുഴുവൻ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. നമ്മളുമൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷിന് പകരം ഔദ്യോഗികമായിട്ടൊക്കെ ജർമ്മൻ ഭാഷ ഉപയോഗിക്കേണ്ട സാഹചര്യവും ഒക്കെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തിനായാലും ഹിറ്റ്ലർ ജയിക്കാത്തത് കൊണ്ട് ജർമ്മൻ പഠിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. 1980-90 കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിന് ഇത്രയും വലിയ വളർച്ചയുണ്ടാക്കിയത്. ഇതിന് കാരണം ഇന്റർനെറ്റ് കണ്ടുപിടിക്കപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം അമേരിക്കയിലാണ് ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ടെക്നോളജി കമ്പനികളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണെന്ന് നിങ്ങൾക്കറിയാം. ഗൂഗിളും ഫേസ്ബുക്കും യൂട്യൂബും ആപ്പിളും ഒക്കെ തന്നെ ഇംഗ്ലീഷ് കമ്പനികളാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും പ്രോഡക്റ്റുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഭാഷയെന്ന് പറയുന്നതും സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് ആയിരിക്കും. കമ്പ്യൂട്ടറുകളൊക്കെ ഇതിനു മുമ്പ് കണ്ടുപിടിച്ചിരുന്നു. കമ്പ്യൂട്ടറുകളുടെ കീബോർഡുകൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഈ കീബോർഡുകളിൽ മുഴുവൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററുകളിൽ ഉപയോഗിച്ചിരുന്നതും ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്. സ്വാഭാവികമായിട്ട് ഈ ഭാഷ, ഈ ടെക്നോളജി, ഈ ഉപകരണം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയും ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഈ ഭാഷ പഠിക്കേണ്ടി വരികയും ആ ഭാഷ പഠിക്കുകയും ഈ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഷയ്ക്ക് വളരെ വലിയ തോതിൽ വീണ്ടും വളർച്ച ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഈ ടെക്നോളജികളൊക്കെ ഇത്രയും പടർന്ന് പന്തലിക്കുന്ന കൂട്ടത്തിൽ ഇംഗ്ലീഷും ഒക്കെ പടർന്ന് പന്തലിച്ചെങ്കിലും ഇതിന് ഈ കീബോർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഒരു അത്യാവശ്യം നിയന്ത്രണം കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ സ്മാർട്ട് ഫോണുകളുടെ വരവോടുകൂടിയാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ കൈകളിലുള്ള, നമ്മുടെ കൈവെള്ളയിലിരുന്ന് നിയന്ത്രിക്കപ്പെടുന്ന സ്മാർട്ട് ഫോണുകളിൽ എല്ലാ ഭാഷകളിലുമുള്ള കീബോർഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ഈസി ആയിട്ട് എടുക്കും. സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീനിൽ മലയാളം ടൈപ്പ് ചെയ്ത് നമ്മൾ മെസ്സേജുകൾ അയക്കാറുണ്ട്. ഈ സ്മാർട്ട് ഫോണുകളുടെ വരവ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയെ ഒന്ന് പിടിച്ചു നിർത്താൻ എന്തെങ്കിലുമൊക്കെ കഴിയുമെങ്കിൽ അത് ഈ സ്മാർട്ട് ഫോണുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതൊക്കെ ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. അതിനു മുമ്പ് ചരിത്രമൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ തിരക്കി പോയി കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ലോകത്തെ എവിടെയെങ്കിലും ഒരു ലോകഭാഷ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് അങ്ങനെയുള്ള 2 ഭാഷകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ 2 ഭാഷകൾ ഗ്രീക്കും ലാറ്റിനുമായിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഭാഷയെന്ന് പറയുന്നത് ലാറ്റിൻ ആണ് എന്നാണ് ഈ ഭാഷയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരും മറ്റുമൊക്കെ കണ്ടുപിടിക്കുകയും ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ നിലനിന്നു കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ ലാറ്റിൻ ഭാഷ നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. 1300 വർഷങ്ങളോളം ലാറ്റിൻ ഭാഷ ഒരു ലോക ഭാഷയുടെ രൂപത്തിൽ തന്നെ നിലനിൽക്കുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുമാത്രമല്ല ഈ ലാറ്റിൻ ഭാഷയുടെ വളർച്ച എന്ന് പറയുന്നത് ഗ്രീക്ക് സാമ്രാജ്യത്വ കാലഘട്ടത്തിലായിരുന്നു. ശരിക്കും ഗ്രീക്ക് സാമ്രാജ്യം തകർന്നതിന് ശേഷമാണ് ഈ ലാറ്റിൻ ഭാഷയ്ക്ക് പ്രാധാന്യം കുറഞ്ഞതും ഈ ലാറ്റിൻ ഭാഷ പല ഭാഷകളായി വിഘടിച്ച് പല സ്ഥലങ്ങളിലേക്ക് പോവുകയും ഇതിൽ നിന്ന് കൂടുതൽ ഭാഷകൾ ഉണ്ടായി വരികയും ലോകരാജ്യങ്ങളിൽ ഇന്ന് നമ്മൾ കാണുന്ന അത്രയും കൂടുതൽ ഭാഷകളൊക്കെ ഉണ്ടായതും അതിൻ്റെ ചരിത്രമൊക്കെ ഈ ലാറ്റിൻ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം 1800കളിലൊക്കെ കുറേ മനുഷ്യർ ചിന്തിച്ചിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്ന ഭാഷകൾക്കൊക്കെ എന്തോ ഒരു പൂർണ്ണതയില്ലായ്മ ഉണ്ട്,
ഒരു പരിപൂർണമായ ഒരു ഭാഷ സൃഷ്ടിക്കണം. ആ ഭാഷ ലോകം മുഴുവനുള്ള ജനങ്ങൾക്ക് മനസ്സിലാകണം. എല്ലാവരും പരസ്പരം സംസാരിക്കുവാനായിട്ട് അത്തരമൊരു ഭാഷ ഉണ്ടാകണം, അങ്ങനെ ഒരു ഭാഷ സൃഷ്ടിക്കണമെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുകയും പറയുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1887 ഒരു പോളിഷ് മനുഷ്യന് ഒരു പുതിയ ഭാഷയെ കണ്ടുപിടിച്ചു. ആ ഭാഷയുടെ പേര് എസ്പെരാൻഡോ എന്നായിരുന്നു. ആ ഭാഷയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് വളരെ എളുപ്പം പഠിക്കാൻ കഴിയുന്ന ഒരു ഭാഷയായിരുന്നു. ഏതെങ്കിലും യൂറോപ്യൻ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് എസ്പെരാൻഡോ എന്ന് പറയുന്ന ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല അതിലെ ഈ ഗ്രാമറൊക്കെ വളരെ കുറവായിരുന്നു. അത് കാരണം ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഈ ഭാഷകൾ അറിയാവുന്നവർക്ക് എസ്പെരാൻഡോ എന്ന് പറയുന്ന ഭാഷ പഠിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊരു ഗുണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന് വലിയ പ്രചാരം കിട്ടിയില്ല. ഈ അന്ന് ചിന്തിച്ചതുപോലെ ഭൂമി മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ മനുഷ്യൻ ആ ഭാഷ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇന്നൊരു 1 ലക്ഷം പേരോ 2 ലക്ഷം പേരോ ഒക്കെ മാത്രമാണ് എസ്പെരാൻഡോ എന്ന് പറയുന്ന ഭാഷ ഉപയോഗിക്കുന്നത്. ആ എസ്പെരാൻഡോ ഒക്കെ പരാജയപ്പെട്ടു പോയതും പിന്നെ 2ാം ലോക മഹായുദ്ധത്തിൽ ഈ ബ്രിട്ടീഷ് ടീമുകളൊക്കെ ജയിച്ചതും കാരണം പിന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ടെക്നോളജിക്കൽ മേഖലകൾ തൊട്ട് സകലമായ മേഖലകളിലൂടെയും ഇംഗ്ലീഷ് ഭാഷ കടന്നു കയറുന്നതും ഒക്കെയാണ് ഇംഗ്ലീഷിനെ ഇന്ന് ലോക ഭാഷയായി നിലനിർത്തിയിരിക്കുന്നത്. അതൊരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല. കഴിയുന്നതും എല്ലാ പേരും ഇംഗ്ലീഷ് പഠിക്കണം. എവിടെയെങ്കിലുമൊക്കെ പോയാൽ പച്ചവെള്ളം വാങ്ങി കുടിക്കാനെങ്കിലും ഭാഷ അറിഞ്ഞിരിക്കണമല്ലോ. ഇംഗ്ലീഷ് ഒട്ടും മോശമല്ല കേട്ടോ. എന്നാലും നമ്മുടെ ഭാഷയോർത്ത് നമ്മൾ അഭിമാനിക്കണം കേട്ടോ.